പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ 5ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഡ്രോ ദ ഫിഗർ ബിലോ ടു ദ ഗിവൺ മെഷർമെൻറ്റ് യൂസിങ് സ്കെയിൽ ആൻഡ് സെസ്ക്വയർ. എനിക്ക് താഴെ തന്നിരിക്കുന്ന ഫിഗർ, ഈ ഫിഗർ എന്തുപയോഗിച്ച് ചെയ്യണം? സ്കെയിലും സെസ്ക്വയറും ഉപയോഗിച്ച് വരയ്ക്കാൻ. താഴെ മെഷർമെന്റ്സും കാണിച്ചിട്ടുണ്ട്. സെസ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ആദ്യം നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് 5 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യണം? ഒരു വര വരയ്ക്കണം. എന്നിട്ട് എന്താണ്, 3 സെന്റിമീറ്റർ നീളത്തിൽ 2 സൈഡിലും എന്ത് ചെയ്യുക? നീളത്തിൽ നിങ്ങൾ വേറെ ഒന്നും കൂടെ ഇവിടെ 5 സെന്റിമീറ്റർ നീളത്തിൽ സ്കെയിൽ വെച്ച് വരയ്ക്കുക, ഇവിടെ 3 സെന്റിമീറ്റർ നീളത്തിലും വരയ്ക്കുക. എന്നിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്യുക. ഇതിനുശേഷം ഈ ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ സെസ്ക്വയർ ഉപയോഗിച്ച് ഒരു സ്ലാൻഡിങ് ലൈൻ, 2 സെന്റിമീറ്റർ നീളത്തിൽ ഒരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. നിങ്ങൾ സ്ലാൻഡ് ചെയ്തിട്ട് വരയ്ക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇവിടെയും നിങ്ങളൊരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. 2 സെന്റിമീറ്റർ നീളത്തിൽ ഈക്വൽ ലെങ്ത്തിൽ 2 സെന്റിമീറ്റർ, ഇവിടെയും 2 സെന്റിമീറ്റർ തന്നെയാണ് നീളത്തിൽ എന്ത് ചെയ്യണം? ഒരു ലെങ്ത് വരയ്ക്കുക. അതിനുശേഷം ഇതിനെ ഈ 2 എൻഡ് പോർഷൻസ് നിങ്ങൾ കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം താഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്ലാൻഡിങ് ലൈനിൻ്റെ താഴേക്ക് 2 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യണം? ഒരു വര വരയ്ക്കുക. ഈ ഇവിടുത്തെ കോർണറിൽ നിന്ന് താഴേക്ക് വരയ്ക്കുക. എന്നിട്ട് ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതുപോലെ ഒരു ഫിഗർ കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. Next activity 2. Question: Ramu bought 130 notebooks for the shop, each costing 32 rupees. എന്താ പറഞ്ഞേ? രാമു എന്ത് ചെയ്തു? 130 ബുക്കുകൾ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. ഒരു ബുക്കിന് എത്ര രൂപയാണ്? 32 രൂപയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. രാമു 130 നോട്ട്ബുക്സ് വാങ്ങിച്ചു. ഒരു ബുക്കിന് എത്ര രൂപയാണ്? 32 രൂപയാണ്. ഹൗ മച്ച് ഡിഡ് രാമു സ്പെൻഡ് ഇൻ ടോട്ടൽ? അങ്ങനെയാണെങ്കിൽ രാമു എത്ര രൂപ കൊടുത്തിട്ടുണ്ടാകും? 130 ബുക്കിന് വേണ്ടിയിട്ട് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാകും? അപ്പം എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? 130 ഇൻറ്റു 32 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്താ കിട്ടണേ? 4160 റുപ്പീസ് എന്ന് കിട്ടും. 4160 മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രാജു ബോട്ട് 40 ഓഫ് ദീസ് നോട്ട്ബുക്സ് അറ്റ് 34 rupees each. How much did he pay? രാജു വാങ്ങിച്ചത് 40 ബുക്കാണെന്ന് വിചാരിക്കുക. ഒരു ബുക്കിന് എത്ര രൂപയാണ്? 34 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ എത്ര രൂപയായിരിക്കും പേ ചെയ്യണ്ടേ? 40 ഇൻറ്റു 34 അല്ലേ? 40 ബുക്ക് വാങ്ങിച്ചു. അപ്പം എത്രയാണോ ബുക്ക് നിങ്ങൾ വാങ്ങിക്കുന്നത് അതിന് നിങ്ങൾക്ക് ഒരു ബുക്കിൻ്റെ വിലയും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 40 ഇൻറ്റു എങ്ങനെ കിട്ടും? 34 ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഉത്തരം കിട്ടുന്നത്? 1360 രൂപ. 1360 rupees. See question. Which of the following is equal to 40 into 34? 40 into 34ന് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് മാച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 40 into 30 പ്ലസ് 40 into 4. ഇത് ഏത് വന്നാലും ഇപ്പം 50 into 15 എന്ന് വന്നാലും നിങ്ങൾ എങ്ങനെ ചെയ്യണത്? 50 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ ആദ്യം 50 എഴുതുക. 50 ഇൻറ്റു 15ലെ 10 എടുക്കുക. 50 ഇൻറ്റു 10 15ലെ 10 എടുക്കുക. പ്ലസ് അടുത്തത് എന്താണ്? ആദ്യത്തെ 50 തന്നെ എടുക്കുക. 50 ഇൻറ്റു എത്രയാണ്? ലാസ്റ്റ് 10ൽ ബാക്കി എത്രയാണ് ബാലൻസ് ഉള്ളത്? 5. 50 ഇൻറ്റു 5. ഇത്തരത്തിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈക്വൽ ഏതാണെന്ന് ചോദിച്ചാൽ ഈ മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ 60 ഇൻറ്റു 14 അല്ലെങ്കിൽ 24 എന്ന് വന്നാലും നിങ്ങൾ എങ്ങനെ ചെയ്യണത്? 60 ഇൻറ്റു 20 ആദ്യം ചെയ്യുക. പ്ലസ് അതായിരിക്കും അതിന് ഈക്വൽ കേട്ടോ. 60 ഇൻറ്റു 4 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഏത് ഇതാണ് നിങ്ങളോട് ഈക്വൽ ആയിട്ട് ചോദിച്ചിരിക്കുന്നതെങ്കിലും അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ആക്ടിവിറ്റി 3. 24 ഇൻറ്റു 15 is equal to 360. Find the answers to the following using mental math. ഇവിടെ 24 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 360 ആണ്. നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. എന്താണ്? 24 ഇൻറ്റു 15 എന്ന് പറയുന്നത് 360. ഇതിലൊരു 0 എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ മുകളിൽ 24 ഇൻറ്റു 50ക്ക് 360 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ എന്താണ്
240 ഇൻറ്റു 15 എത്ര സീറോ ഉണ്ട്? ഒരു സീറോ ഉണ്ട്. ഒരു സീറോ ഇങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 3600 ഉത്തരം കിട്ടും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റൽ മാത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 24 ഇൻറ്റു 15 എന്ന് പറയുന്നത് 360 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 240 ഇൻറ്റു 15 നമുക്ക് 360 കൂടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു സീറോ ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ ഒരു സീറോയും കൂടെ ഇവിടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 3600 ഉത്തരം കിട്ടും. വേണമെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ. 3600 തന്നെയായിരിക്കും ഉത്തരം കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ 3600. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25 ഇൻറ്റു 15. 25 ഇവിടെ 24 ഇൻറ്റു 15 360 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 25 ഇൻറ്റു 15 നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആൻസർ ഉണ്ട് അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട് 24 ഇൻറ്റു 15 എന്ന് പറയുന്നത് 360. ആ 360 കൂടെ എന്ത് പ്ലസ് ചെയ്യാൻ മതി? 15 പ്ലസ് ചെയ്താൽ മതി. അപ്പൊ 375 കിട്ടും. ഇനി 23 ഇൻറ്റു 15 ആണെങ്കിലോ 24-നേക്കാളും താഴെ സംഖ്യയാണ്. അപ്പൊ 24-നേക്കാളും മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ഇട്ടിട്ട് ചെയ്തു അല്ലേ? പ്ലസ് ഇട്ടിട്ട് ചെയ്തു. 360 പ്ലസ് 15 375. ഇനി 24 ഇൻറ്റു 15-നേക്കാൾ താഴെയാണിത് 23 ഇൻറ്റു 15. അപ്പൊ നമ്മൾ 360 നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 15 മൈനസ് ചെയ്യണം. അതുപോലെ അടുത്തത് 24 ഇൻറ്റു 16 തന്നേക്കണേ. 24 ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 360 കൂടെ എന്ത് ചെയ്യണം? എത്രയാണ്? 324 നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് 384 കിട്ടും. ഓക്കെ, ഇനി തീരെ കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ഉത്തരം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? 24 ഇൻറ്റു 15. അപ്പോൾ 25 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 24-നെ കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് 25. അപ്പൊ നമുക്ക് ഇവിടെ 360 കിട്ടിയിട്ട്, അപ്പൊ 360 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റത്തെ നമ്പർ 15 ആഡ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ എന്താണ്? 23 ഇൻറ്റു 15 ആണ്. 24-നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ 360 മൈനസ് എന്ത് ചെയ്യണം? 15 ചെയ്യണം. 360 മൈനസ് 15 ചെയ്യണം. അടുത്തത് 24 ഇൻറ്റു 16 തന്നിരിക്കുന്നത്. 24 അതേ സംഖ്യയാണ്, 15-നേക്കാൾ കൂടുതലാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 360 കൂടെ പ്ലസ് എന്താണ്? ആദ്യത്തെ നമ്പർ ഇടണം. 24 അതേ സംഖ്യ തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നതെങ്കിൽ ആദ്യത്തെ നമ്പർ ഇടണം. അപ്പൊ നിങ്ങൾക്ക് 384 കിട്ടും. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. തീരെ കിട്ടാത്തവർ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി ആൻസർ എഴുതുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 24 ഇൻറ്റു 15? ഇവിടെ 24 ഇൻറ്റു 15 ഈക്വൽ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? 25 ഇൻറ്റു 14 ആണ് ഈക്വൽ അല്ലാത്ത. ബാക്കി ഏത് ചെയ്താലും 24 ഇൻറ്റു 15 ഉത്തരം എന്താണോ അത് തന്നെയായിരിക്കും കിട്ടുക. ഇവിടെ 12 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 24 ആണ്. 24 ഇൻറ്റു 15 ആണ്. ഇവിടെ 24 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 15 ആണ്. അപ്പം 24 ഇൻറ്റു 15 ആണ് കിട്ടുന്നത്. പിന്നെ 12 ഇൻറ്റു 30 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? സെയിം ഉത്തരം തന്നെ, 360. കണ്ടോ? സെയിം ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ മോളിൽ പറഞ്ഞതൊക്കെ ശരിയാണ്, താഴത്തെ മാത്രമാണ് തെറ്റായത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. The names and amounts of people who have deposited the largest amount in the bank are given the table. Answer the question given below. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എന്തിന്റെ ടേബിളാണ്? ഡെപ്പോസിറ്റ്, അതായത് ഓരോരുത്തർ ഡെപ്പോസിറ്റ് ചെയ്തേക്കണ എമൗണ്ടിന്റെ നമ്പറാണ് തന്നേക്കണത്. ഗോപു, ശ്രീഹരി, നിമിഷ, ധന്യ, രാഹുൽ. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഹു ഹാസ് ദ ലീസ്റ്റ് ഡെപ്പോസിറ്റ്. ലീസ്റ്റ് ഡെപ്പോസിറ്റ് ആരുടേതാണെന്നാണ്. അതായത് ഏറ്റവും കുറവ് ഡെപ്പോസിറ്റ് ഉള്ളത് ആൾക്കാണ്? നിമിഷ. ലീസ്റ്റ് ഈ വാക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അന്നേരമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ ക്വസ്റ്റ്യൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഹു ഹാസ് ദ ലീസ്റ്റ് ഡെപ്പോസിറ്റ്, ഏറ്റവും കുറവ് ഡെപ്പോസിറ്റ് ആർക്കാണ്? നിമിഷയ്ക്കാണ്. ഹു ഹാസ് മോർ ദാൻ 1 crore ഡെപ്പോസിറ്റ്, 1 കോടിയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ഉള്ളത് ആർക്കൊക്കെയാണ്? 1 കോടിയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ഉള്ളത് ആരൊക്കെയാണ്? അപ്പൊ കണ്ടോ, 1,34,000 ശ്രീഹരിക്കും ആർക്കൊക്കെയാണ്? ധന്യയ്ക്കും. 1 കോടിയേക്കാൾ ഡെപ്പോസിറ്റ് ഉള്ളത്. ഇവിടെ മോർ ദാൻ 1 crore എന്നാ പറയുന്നത്, അതായത് 1 കോടിയേക്കാൾ കൂടുതൽ. മോർ ദാൻ 1 crore അല്ലെങ്കിൽ മോർ ദാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കണം? അത് കൂടുതലാണ്. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറവാണ്. അപ്പൊ ഡെപ്പോസിറ്റ് ഏറ്റവും കുറവ് നിമിഷയ്ക്കാണ്.
കൂടുതൽ ഡെപ്പോസിറ്റ്, 1 കോടിയേക്കാൾ കൂടുതൽ ഡെപ്പോസിറ്റ് ഉള്ളത് ആർക്കാണ്? ശ്രീഹരിക്കും ധന്യക്കുമാണ്. രണ്ടാമത്തെ ആൾക്കും നാലാമത്തെ ആൾക്കുമാണ്. അടുത്ത ഹു ഹാസ് ഡെപ്പോസിറ്റ് ബിറ്റ്വീൻ 40 lakhs ആൻഡ് 15 lakhs ഓൺ ദ ലിസ്റ്റ്. താഴെ കൊടുത്തേക്കുന്നതിൽ 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയ്ക്ക് ഡെപ്പോസിറ്റ് ഉള്ളത് ആർക്കാണ്? 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ആർക്കൊക്കെയാണ്? രാഹുലിന്. രാഹുലിനില്ല കേട്ടോ. രാഹുലിന് 36 അല്ലേ. അപ്പൊ 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ ആർക്കാണുള്ളത്? ഗോപു 45 അല്ലേ. അപ്പൊ 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിലുള്ളത് ഗോപുവിനാണ്. നെക്സ്റ്റ് ബിറ്റ്വീൻ എന്ന് കണ്ടാൽ നിങ്ങൾ എന്താണ് നിങ്ങളോട് ചോദിക്കുന്നത്? 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ. അപ്പൊ 40നും 50നും ഇടയിൽ വരുന്നത് ആർക്കാണ്? ഗോപുവിനാണ്. അപ്പൊ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ലീസ്റ്റ് എന്ന് വെച്ചാൽ കുറവ്, മോർ എന്ന് വെച്ചാൽ കൂടുതൽ. അപ്പൊ 1 crore കൂടുതലുള്ളതാണ്. ബിറ്റ്വീൻ ഏതെങ്കിലും 2 നമ്പർ തന്നാൽ ആ നമ്പറുകൾക്ക് ഇടയിലുള്ള സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗോപുവിനെയാണ് അല്ലേ. അപ്പൊ 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ ആർക്കാണ്? ഗോപുവിനാണ്. നെക്സ്റ്റ് ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ഗോപു ആൻഡ് ശ്രീഹരി. ഗോപുവിന്റെയും ശ്രീഹരിയുടെയും, അപ്പൊ രണ്ടുപേരുടെയും കൂടി എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കൂട്ടിയാൽ മതി. രണ്ടുപേരുടെയും കൂടെ കൂടി കൂട്ടിയിട്ട് ടോട്ടൽ എമൗണ്ട് എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? സം ചെയ്യുക, അതായത് പ്ലസ് ചെയ്യണം. ടോട്ടൽ എമൗണ്ട് എന്ന് കണ്ടാൽ എന്ത് ചെയ്യണം? സം ചെയ്യുക, പ്ലസ് ചെയ്യുക. അപ്പൊ ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ രണ്ടും കൂടെ കൂടി കൂട്ടി ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ കൂടി കൂട്ടുമ്പോൾ ഇത്രയും ഉത്തരം കിട്ടും. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഡെപ്പോസിറ്റ് എമൗണ്ട് ബിലോ 1 million ഫ്രം ദ ടേബിൾ. താഴെ കൊടുത്തിരിക്കുന്നതിൽ 1 million താഴെയുള്ള എമൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 1 million താഴെയുള്ളത് ആർക്കാണ്? നിമിഷയ്ക്കാണ് അല്ലേ. 1 million താഴെയുള്ളത്. അപ്പോൾ ആ എമൗണ്ട് എത്രയാണെന്ന് വെച്ച് എടുത്തെഴുതും. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡ്രോ എ സ്ക്വയർ വിത്ത് സൈഡ് ഓഫ് 4 cm ആൻഡ് ഡ്രോ ദ പാറ്റേൺ ഗിവൺ ബിലോ. താഴെ കാണിച്ചിരിക്കുന്ന ആ സ്ക്വയർ വരച്ചിട്ട് ആ പാറ്റേൺ അതിനകത്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത്? നിങ്ങൾ എല്ലാവരും വരച്ചിട്ടുണ്ടാവും. ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളൊരു 4 cm നീളത്തിൽ ഒരു സ്ക്വയർ വരയ്ക്കണം. 4 cm നീളത്തിൽ സ്ക്വയർ എന്തായാലും എല്ലാ സൈഡും ഈക്വൽ ആയിട്ടൊരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും മിഡ് പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. മിഡ് പോയിന്റ്, അതായത് ഇപ്പൊ 4 cm ആണെങ്കിൽ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞത് 2 ആയിരിക്കും, പകുതി അല്ലേ. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞത് 2 ആയിരിക്കും. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് മിഡ് പോയിന്റ് ഇത് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? കോർണർ ഓഫ് ദി സ്ക്വയർ ആസ് എ സെന്റർ, ഹാഫ് ദ ലെങ്ത് ഓഫ് 1 side സ്ക്വയർ ആസ് റേഡിയസ് ഡ്രോ സർക്കിൾ. കോമ്പസിൽ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങളിവിടെ കുത്തിയിട്ട് ഇങ്ങനെ വരയ്ക്കും. കോമ്പസിൽ കോർണറിൽ നിന്ന് ഇത് മുട്ടിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ കോർണറിൽ നിന്ന് ആദ്യം ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, പിന്നെ ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, അടുത്ത കോർണറിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, പിന്നെ അടുത്ത കോർണറിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഇങ്ങനെ നിങ്ങൾ ഈ പാറ്റേൺ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, ഗിവൺ ബിലോ ആർ സർക്കിൾസ് വിത്ത് റേഡിയസ് 3 cm ആൻഡ് 2 cm. ഇവിടുത്തെ രണ്ട് റേഡിയസ് 3 cm 2 cm ആയിട്ടുള്ള 2 സർക്കിൾസ് തന്നിട്ടുണ്ട് അല്ലേ. ഇറ്റ് ഇസ് എ ലെങ്ത് ഓഫ് ദ ലൈൻ ഡ്രോൺ ബൈ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് ദ 2 സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കാവുന്ന ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ ഡ്രോൺ ബൈ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് 2 സർക്കിൾ? എത്രയാണ്? രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ എത്രയാണ്? 3 + 2 എത്രയാണ്? 5 cm. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? 5 cm ആണ്. ഇനി ആക്ടിവിറ്റി 6, ഹൗ മെനി 4-digit numbers ആർ ദെയർ വിത്ത് ഡിജിറ്റ്സ് 1, 3, 4, 5? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു നമ്പർ 4 ഡിജിറ്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കാൻ എപ്പോഴും നമ്മൾ ഓർക്കുക, 1 വച്ചിട്ട് നിങ്ങൾക്ക്, അതായത് 1 ഇപ്പം 1, 3, 4, 5 4-digit നമ്പറാണ്. അടുത്തത് എന്താണ്? 1, 4, 3, 5 അങ്ങനെ ചെയ്യാം അല്ലേ. അടുത്തത് എന്താണ്? 1, 5, 3, 4. പിന്നെയോ 1, 3, 5, 4. പിന്നെ ഏതാണ്? 1, 3, 1, 4, 1, 4, 5, 3. പിന്നെ ഏതാണ്? 1, 4,
1435 ഉണ്ട്. പിന്നെ 1543 ഇല്ലേ? അതായത് ഇത് കണ്ടോ, ഇത്രയും നമ്പേഴ്സ്, അതായത് 1 2 3 4 5 6. ഈ വൺസ് എന്ന് പറയുന്നത് 1000ന്റെ ഭാഗത്ത് വരുന്ന രീതിയിൽ നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാം? 6 എണ്ണം ഉണ്ടാക്കാം. അങ്ങനെ ഈ ഓരോ നമ്പേഴ്സിനും അങ്ങനെ എത്ര എണ്ണം ഉണ്ടാക്കാം? 6 എണ്ണം ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാ നമ്പേഴ്സിനും 6 എണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മൊത്തം എത്ര സംഖ്യകളുണ്ട് ഇവിടെ? 4 സംഖ്യകളാണുള്ളത്. 1 2 3 4 സംഖ്യകളാണ്. അപ്പൊ നിങ്ങൾ ഈ 4 ഡിജിറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊള്ളുക, മൊത്തം എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? ഓരോ സംഖ്യ വെച്ചിട്ടും 6 എണ്ണം വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പൊ 6 ഇൻറ്റു ഇവിടുത്തെ ടോട്ടൽ നമ്പർ എത്രയാണ്? 4. 6 4 24. ഇനി നിങ്ങൾക്ക് കിട്ടണ 0 1 2 3 എന്നാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? നിങ്ങൾക്കറിയാം ഇവിടെ 0 ഒരിക്കലും ആദ്യം വന്നാൽ 4 ഡിജിറ്റ് ആവില്ല അല്ലേ? അപ്പൊ 0യുടെ അവിടെ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് 6 നമ്പേഴ്സ് വെച്ചിട്ട് എത്ര എണ്ണാണുള്ളൂ? 3 എണ്ണാണുള്ളൂ. അപ്പൊ എത്ര കിട്ടണേ? 6 3 18. അപ്പൊ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് 18 നമ്പേഴ്സേ കിട്ടുള്ളൂ. ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 24 നമ്പേഴ്സ് കിട്ടും. 6 × 4 24 നമ്പേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഹൗ മെനി നമ്പേഴ്സ് ആർ ദയർ ദാറ്റ് ഹാവ് 5 ഇൻ ദ പ്ലേസ് ഓഫ് 1? ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ എത്രയാണ്? 6 ആണ്. 6 ആണ്. ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ദയർ വിത്ത് ഓൾ ഡിജിറ്റ് 1 3 4 5? അതും എത്ര തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ യൂസിങ് ഓൾ ദ ഡിജിറ്റ് 0 1 3 5? ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് ആ ക്വസ്റ്റ്യന്. എന്താണ് ഇവിടെ? 0 ആവുമ്പോൾ നമുക്ക് ആദ്യത്തെ 1 പ്ലേസിൽ ഒരിക്കലും 0 100 പ്ലേസിൽ എഴുതാൻ കഴിയില്ല അല്ലെ? അപ്പൊ ആ നമ്പറിൽ ഒരിക്കലും 6 എണ്ണം കിട്ടില്ല, 4 ഡിജിറ്റ് കിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 6 × 3. മറ്റേതാണെങ്കിൽ 6 × 4. അപ്പൊ 6 3 18. ഇനി ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദയർ വിത്തൗട്ട് 0? വിത്തൗട്ട് 0 ഉള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്കറിയാം. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ്? നമ്മൾ 2 ഡിജിറ്റ് തുടങ്ങുന്ന അവിടെ നിന്നാണ്? 10ൽ നിന്ന് 99 വരെയാണ് നമുക്ക് എന്തുള്ളത്? 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ളത് അല്ലേ? അപ്പൊ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? അങ്ങനെ നമ്മൾ ചെയ്യണേ 89 + 1 അല്ലേ? 90 നമ്പേഴ്സ് ആണ് നമുക്കുള്ളത് മൊത്തം. അപ്പോൾ എത്രയാണ്? 90 നമ്പേഴ്സ് ആണ് ഉള്ളത്. ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണ്? 90 ആണ്. അപ്പോൾ അതിൽ 2 ഡിജിറ്റ് നമ്പേഴ്സിൽ 0 ഇല്ലാത്തത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം 0 ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് 2 ഡിജിറ്റില്? 10 20 30 40 50 60 70 80 90. ഈ സംഖ്യകളിലാണ് എന്തുള്ളത്? 0 ഉള്ളത്. ഇങ്ങനെയുള്ള നമ്പേഴ്സ് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ട് മക്കളെ? 0 ഉള്ളത് 9 എണ്ണാണ്. 0 ഉള്ളത് 9 എണ്ണാണ്. നമ്മുടെ ടോട്ടൽ നമ്പർ എത്രയാണ്? 2 ഡിജിറ്റ് ടോട്ടൽ നമ്പർ 2 ഡിജിറ്റ് എത്രയാണ്? 90 ആണ്. അപ്പൊ ഇതൊക്കെ കാണാതെ പഠിച്ചു. ടോട്ടൽ നമ്പർ 3 ഡിജിറ്റ് എത്രയാണ്? 900 ആണ്. അത് കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. ടോട്ടൽ നമ്പർ 2 ഡിജിറ്റ്സ് എത്രയാണ്? 90 ആണ്. 0 ഉള്ളത് എത്രയാണ്? 9 ആണ്. അപ്പൊ 0 ഇല്ലാത്തത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 90ൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? 9 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടണേ? 81. അപ്പൊ 0 ഉള്ളതിന്റെ എണ്ണം 2 ഡിജിറ്റ് നമ്പേഴ്സിൽ 0 ഉള്ളതിന്റെ എണ്ണം 91, 0 ഇല്ലാത്തതിന്റെ എണ്ണം 81 അല്ലേ? ടോട്ടൽ 2 ഡിജിറ്റ് നമ്പർ 90 ആണ്. ടോട്ടൽ 3 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 900 ആണ്. ഇനി 1 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? 9 ആണ്. ഇതൊക്കെ നിങ്ങൾ നന്നായി കാണാതെ പഠിച്ചു വെച്ചോളുക. ഓക്കെ, നെക്സ്റ്റ്. The school store needs 1825 notebooks. How many packs of 25 notebooks are to be bought? എന്താ പറഞ്ഞിരിക്കുന്നത്? 1825 നോട്ട്ബുക്ക് സ്കൂൾ സ്റ്റോറിലേക്ക് വേണം. അപ്പോൾ 25 നോട്ട്ബുക്സിന്റെ എത്ര പാക്കറ്റ് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 1825 നിങ്ങൾ എന്തും കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? ആദ്യം ഓക്കെ, എത്രയാണ് കിട്ടുന്നത്? 73 എന്നാണ് കിട്ടുന്നത്. ഇത് ഹരിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നെക്സ്റ്റ്, 225 more notebooks were bought for teachers. Each pack of contained 15 notebooks.
ഹൗ മെനി മോർ പാക്സ് ഓഫ് നോട്ട്ബുക്സ് വെയർ ബോട്ട്? എന്ന് ചോദിച്ചിരിക്കുന്നത് 225 നോട്ട്ബുക്സ് കൂടുതൽ ആർക്ക് വേണം? ടീച്ചേഴ്സിന് വേണം. അങ്ങനെ ഒരു പാക്കറ്റിലും എത്ര ബുക്ക് വെച്ചിട്ടുണ്ട്? 15 നോട്ട്ബുക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ്സ്? ഹൗ മെനി മോർ പാക്കറ്റ്സ് ഓഫ് നോട്ട്ബുക്സ് വെയർ ബോട്ട്? അപ്പൊ ഓൾറെഡി എത്ര വാങ്ങിച്ചിട്ടുണ്ട്? 73 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ 15 ബുക്ക് വെച്ചിട്ട് ഒരു പാക്കറ്റിൽ ഉണ്ടാവും. എത്ര ബുക്ക് വേണം? 225 കൂടുതൽ നോട്ട്ബുക്സ് ടീച്ചേഴ്സിന് വേണ്ടി വരണം. ഓരോ പാക്കറ്റിലും 15 ബുക്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര നോട്ട്ബുക്സ്, എത്ര പാക്കറ്റ്സ് കൂടുതൽ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 225 നിങ്ങൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 15. 225 15 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? 15 ഒന്ന് ഉത്തരം കിട്ടും. അതായത് 15 നോട്ട്ബുക്സിന്റെ പാക്കറ്റ്സും കൂടി നിങ്ങൾക്ക് കൂടുതൽ വേണം. 15 നോട്ട്ബുക്കുള്ള 15 നോട്ട്ബുക്സും കൂടി, നോട്ട്ബുക്സിന്റെ പാക്കറ്റ് കൂടി നിങ്ങൾക്ക് വേണം. When a number is divided by 9, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. The quotient is 0. Quotient എന്ന് പറയുന്നത് 0 ആണ്. ഹരണഫലം എന്ന് പറയുന്നത് 0 ആണ്. And remainder is quotient 0 ആണ്. റിമൈൻഡർ എത്രയാണ്? 8 ആണ്. Which is the following is the number? അങ്ങനെയാണ് ഈ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അറിയാം, quotient 0 ആയിരിക്കണം, റിമൈൻഡർ 8 ആയിരിക്കണം. നമ്മൾ ഏത് നമ്പർ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 9. അപ്പൊ ഏതാണ് ഉത്തരം? 0 × 9 + 8. 0 × 9 + 8 ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.